ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്നേഹക്കൂട് സീരിയലിൻ്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. അതിനു മുന്നേ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഒരു കാര്യം പറയുകയാണ്. അതെ, നമ്മുടെ ചാനലിൽ ഡെയിലി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ വന്നിട്ട് ആ ഒരു വീഡിയോസൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരാത്ത ആൾക്കാർ കമൻസിലൂടെ അതൊന്ന് അറിയിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് നേരെ ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ മുകുന്ദൻ മാഷും അതുപോലെ തന്നെ ശോഭയും കൂടി നിന്ന് സംസാരിക്കുകയാണ്. പല്ലവി തന്നെയാണ് വിഷയം. അപ്പോൾ പല്ലവിയുടെ ജീവിതം അതിപ്പോൾ ഇങ്ങനെയൊക്കെ ആയി തീർന്നത് ആ സമയത്ത്, അവളുടെ വിവാഹ സമയത്ത് നിങ്ങൾ വേണ്ട രീതിയിൽ ജോത്സ്യമൊക്കെ നോക്കാതിരുന്നത് കൊണ്ട് തന്നെയാണ്. അതാണല്ലോ ഇപ്പോൾ വന്ന ജോത്സ്യർ തക്കതായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞു തന്നത്. എൻ്റെ പൊന്നു മനുഷ്യ, ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങളന്ന് അവളുടെ നാളും ജാതകവും അതുപോലെ തന്നെ പൊരുത്തമൊക്കെ നോക്കിയായിരുന്നോ? അത് ശോഭ, എനിക്ക് അന്നൊരു തെറ്റുപറ്റിപ്പോയി. തെറ്റുപറ്റിയെന്നോ? നിങ്ങൾ എന്തൊക്കെയാണ് മനുഷ്യ ഈ പറയുന്നത്? ശോഭ, അത് ഇത്രയും നല്ലൊരു ബന്ധം വന്ന സമയത്ത് ഞാൻ നാളും പൊരുത്തമൊന്നും നോക്കിയില്ല. നല്ല കുടുംബക്കാരാണ് എന്ന് തോന്നിയതും നമ്മുടെ പല്ലവി മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്നും ഒക്കെ വിചാരിച്ചിട്ട് ഞാനതന്ന് നടത്തുക ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെ മാഷ് ഒരു കുറ്റവാളിയെ പോലെ ശോഭയുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ശോഭ പറഞ്ഞു, നിങ്ങൾ ഒറ്റൊരുത്തം കാരണമാണ് നമ്മുടെ മോളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എന്തിനാ മനുഷ്യ, നിങ്ങൾക്ക് അന്നത് നോക്കിയും കണ്ടും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇവക്ക് ഇങ്ങനെയൊക്കെ വരുമായിരുന്നോ? അങ്ങനെ അമ്മയും അച്ഛനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരമായി. അപ്പോൾ ഈ സമയത്താണെങ്കിലും നമ്മുടെ പല്ലവി വളരെ സന്തോഷവതിയായിട്ട് കയ്യിലൊരു സ്വീറ്റ് ബോക്സും ഒക്കെ പിടിച്ചിട്ട് ഇങ്ങ് നടന്നു വരികയാണ്. അവൾ വരുമ്പോൾ കാണുന്ന കാഴ്ച അച്ഛനും അമ്മയും കൂടി തൻ്റെ കാര്യം പറഞ്ഞ് സങ്കടപ്പെടുന്നതാണ്. പല്ലവിയാണെങ്കിലോ നേരെ വന്നിട്ട് അമ്മയോട് ചോദിച്ചു, എന്താ അമ്മ ഇവിടെ പ്രശ്നം? നിങ്ങൾ തമ്മിൽ എന്താ സംഭവം എന്ന് ചോദിക്കുക. എൻ്റെ മോളെ ഒന്നും പറയണ്ട. ഇന്ന് മോളുടെ അങ്കിള് വിളിച്ച് പറഞ്ഞിട്ട് ഇവിടെ അമ്മയും അച്ഛനും കൂടി ഒരു ജോത്സ്യനെ കൊണ്ടുവന്നു. ജോത്സ്യം വന്നെന്നോ? എന്തിന് മോളെ? അത് മോളുടെ നാള് നോക്കുന്നതിന് വേണ്ടിയിട്ട്. ജാതകത്തിൽ ഇപ്പം എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ, ഇനി മോൾക്ക് മറ്റൊരു വിവാഹത്തിന് യോഗമുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അമ്മയുടെയൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞാലും അമ്മയ്ക്കൊന്നും മനസ്സിലാവില്ലേ? ഞാൻ എത്ര തവണ പറഞ്ഞതാണ് എനിക്കിനി കല്യാണമൊന്നും വേണ്ടെന്ന്. ദേ, എൻ്റെ ദാമ്പത്യത്തിൻ്റെ കാര്യം പറഞ്ഞ് ഇനി ആരും ഇങ്ങോട്ട് വരികയേ വേണ്ട. നിങ്ങളോടൊക്കെ ആരാ പറഞ്ഞത് ജോത്സ്യനെ വിളിക്കാൻ? ഓരോരോ പൊട്ടത്തനങ്ങളും കൊണ്ട് വരും. മോളെ, അല്ലടി 6 മാസത്തിനുള്ളിൽ നിൻ്റെ വിവാഹം നടക്കുമെന്നൊക്കെ ജോത്സ്യം പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പം ബന്ധം അകന്ന് നിൽക്കുന്ന അയാൾ നിൻ്റെ പിന്നാലെ വരുമെന്നും പറഞ്ഞു. ഇങ്ങോട്ട് വരട്ടെ, എൻ്റെ പിന്നാലെ തന്നെ അവൻ വരട്ടെ, അവനുള്ളത് ഞാൻ കൊടുത്തോളാമെന്നും പറഞ്ഞിട്ട് പല്ലവി ഇങ്ങനെ സംസാരിക്കുമ്പോഴാണെങ്കിലോ മുകുന്ദനാണെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടാണ്ട് നിൽക്കുകയാണ്. അച്ഛനെ അമ്മ എന്താ ചീത്ത പറഞ്ഞത്? മോളെ, ഈ മനുഷ്യൻ ഇന്ദ്രൻ്റെ നിൻ്റെ കല്യാണം വന്ന സമയത്ത് ഒരു നാളോ അല്ലെങ്കിൽ പൊരുത്തോ ഒന്നും തന്നെ നോക്കിയിട്ടില്ല. അന്ന് നോക്കിയിരുന്നെങ്കിൽ ഈ ജാതകങ്ങളിൽ നിന്ന് തമ്മിൽ ചേരുവോ ഇല്ലായിരുന്നു. നിനക്ക് ഈ സമയം കല്യാണത്തിന് നല്ലതും അല്ലായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല മോളെ, നിൻ്റെ കൈവശം എന്തൊക്കെയാണ്? എന്തോ സാധനമൊക്കെ വാങ്ങിച്ചിട്ടുള്ള വരവാണല്ലോ എന്ന് അമ്മ ചോദിക്കുകയാണ്. അതെ അമ്മേ, ഇന്നൊരു സന്തോഷമുള്ളൊരു കാര്യമുണ്ട്. പിന്നെ ഇതെടുത്തേന്ന് പറഞ്ഞിട്ട് അവൾ നമ്മുടെ ശോഭയ്ക്കും അതുപോലെ തന്നെ അച്ഛനും കൂടെ സ്വീറ്റ്സ് കൊടുക്കുകയാണ്. എന്താ മോളെ, എന്താ വിശേഷമെന്ന് അച്ഛൻ ചോദിക്കുമ്പോഴത്തേക്കിനും, അതെ, എനിക്ക് വീണ്ടും എൻ്റെ ആ പഴയ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള അനുവാദം കിട്ടിയിട്ടുണ്ട്. ഞാൻ വീണ്ടും എൻ്റെ കോളേജിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവൾ വളരെ സന്തോഷത്തോടു കൂടി അച്ഛനോടും അമ്മയോടും കാര്യങ്ങളൊക്കെ പറയുമ്പം അമ്മ പറഞ്ഞു, എന്തെങ്കിലും ആവട്ടെ മോളെ, പക്ഷേ മോൾ ഈ നാട്ടിൽ തന്നെ ജോലി ചെയ്യണമെന്ന് അമ്മയ്ക്ക് ഒട്ടും അഭിപ്രായം ഇല്ല കേട്ടോ. ആ ഇന്ദ്രൻ്റെ ശല്യം അത് പിന്നാലെ തന്നെ ഉണ്ടാകും. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അവൻ നമ്മുടെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞ് ശോഭ തൻ്റെ ആശങ്കകളൊക്കെ പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ എന്തായാലും ഞാൻ ഇനി ഒരുത്തനെയും പേടിക്കാനൊന്നും പോകുന്നില്ല. ഈ പല്ലവി തല ഉയർത്തി ഈ നാട്ടിൽ തന്നെ ജീവിക്കുമെന്നും പറഞ്ഞ് അവൾ നേരെ അകത്തോട്ട് പോവാണ്. അതിനുശേഷം നമ്മുടെ സേതുവിനെ വിളിക്കുകയാണ്. അപ്പോൾ സേതുവേട്ടൻ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പം, എന്താ പല്ലവി, നീ എന്താ വിളിച്ചതെന്ന് ചോദിക്കുക സേതു. അതെ, എനിക്ക് സേതുവേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ പല്ലവി എന്തൊക്കെയോ സീരിയസ് ആയിട്ട് സേതുവിനോട് പറയാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ പല്ലവിയുടെ അനുജത്തി വരികയാണ്. അപ്പോൾ അവൾ വന്നതും അവൾ ചോദിച്ചു, എന്താ ചേച്ചി ആരോട് ഇത്ര സീക്രട്ടായിട്ട് സംസാരിക്കുന്നത്?
അതൊന്നുമില്ല. എന്താ നീ എന്നെ ഇങ്ങനെയൊക്കെ നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് പല്ലവി നാണത്തോടു കൂടി നിൽക്കുകയാണ്. എനിക്ക് മനസ്സിലായി. ചേച്ചി എന്തിനാ ഇന്ന് ലഡുവൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത്? ചേച്ചി എന്താ വിശേഷം? മോളെ എടി, എനിക്ക് വീണ്ടും ജോലിയിൽ കയറാനായിട്ടുള്ള ഒരു അനുമതി കിട്ടിയിട്ടുണ്ട്. അത് സേതുവേട്ടൻ കാരണമാണ്. സേതുവേട്ടനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാനത് പറയാൻ വിളിച്ചതാണ്. ആഹാ, മനസ്സിലായി ചേച്ചി, മനസ്സിലായി. ചേച്ചിക്ക് സേതുവേട്ടനോട് എന്തോ ഒരിതുണ്ട്, അതെനിക്ക് മനസ്സിലായെന്നും പറഞ്ഞിട്ട് അവൾ നമ്മുടെ പല്ലവിയെ കളിയാക്കുകയാണ്. പല്ലവിയാണെങ്കിലോ, അതേടി, എനിക്ക് സേതുവേട്ടനോട് ഒരുപാട് ഇഷ്ടമാണ്, സേതുവേട്ടനോട് എനിക്ക് പ്രേമമാണെന്നൊക്കെ പറഞ്ഞ് പല്ലവിയും ഇങ്ങനെ തിരിച്ചനുജത്തിയോട് മറുപടി പറഞ്ഞു. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് ഋതുവിനെയും അതുപോലെ തന്നെ പ്രതാപനെയും ഒക്കെയാണ്. ഋതു ആണെങ്കിലോ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സേതുവിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കണം. അനുജത്തിയായിട്ടുള്ള സ്വാതിയാണെങ്കിലും സേതുവിനെ തല്ലിക്കൊന്നിട്ടാണെങ്കിലും വേണ്ടിയില്ല, സ്വത്തുക്കളൊക്കെ പഴയതുപോലെ തന്നെ തങ്ങൾക്ക് തന്നെ അനുഭവിക്കണമെന്നുള്ള ഒറ്റ ചിന്തയിൽ നിൽക്കുകയാണ്. പ്രതാപൻ അപ്പോൾ പറയുക, അതെ, സേതുവിനെ കുരുക്കാനായിട്ട് ഇനി ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഈ 1 വർഷ കാലയളവിനുള്ളിൽ അവനൊരു ക്രിമിനൽ കേസിലും പെടാൻ പാടില്ല. ആ ഒരു കാര്യം വിൽപത്രത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഒരു രീതിയിലൊന്ന് കളിച്ചാലോ? ഋതു മോളെ, എന്താ നിൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണെങ്കിൽ ഞാനും കരുതി വെച്ചിരിക്കുന്നത്, അവനെ ഇതിൻ്റെ ഒന്നും ആരും അല്ലാണ്ടാക്കണം. അവൻ ഈ സ്വത്തുക്കളൊന്നും ഒരു തരി പോലും അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു തെരുവ് തെണ്ടിയാക്കി അവനെ മാറ്റണമെന്നൊക്കെ പറഞ്ഞ് ഈ അങ്കിളും അതുപോലെ തന്നെ നമ്മുടെ ഋതുവും കൂടി നിന്ന് ഭയങ്കര പ്ലാനിങ്. അപ്പോൾ ഇവരിങ്ങനെ ചർച്ചയും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ പല്ലവിത സേതുവിൻ്റെ അരികിലെത്തി. അപ്പോൾ സേതു ചോദിച്ചു, എന്താ പല്ലവി, ഒരു നാണത്തോടു കൂടിയാണല്ലോ നീ വരുന്നത്, എന്താ നിനക്ക് എന്നോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പല്ലവി ആണെങ്കിൽ ഈ ജോലി കിട്ടിയ സന്തോഷമാണ് പല്ലവിക്ക് പറയാനുള്ളത്. പക്ഷേ പല്ലവിയുടെ ആ ഒരു എക്സ്പ്രഷനും അതുപോലെ തന്നെ പെരുമാറ്റമൊക്കെ കാണുമ്പോഴത്തേക്കിനും നമ്മുടെ സേതു തെറ്റിദ്ധരിക്കുകയാണ്. പല്ലവിക്ക് തന്നോട് പ്രേമം തോന്നി തുടങ്ങിയോ എന്നുള്ളൊരു ഡൗട്ടാണ് നമ്മുടെ സേതുവിനുള്ളത്. അങ്ങനെ സേതു പല്ലവി പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി ചെവി ഓർത്തിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് നാളത്തെ ആ ഒരു പ്രമോ വിശേഷം അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വൈകുന്നേരമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.